വെൽക്കം ടു കെംട്യൂബ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് ഓർ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. എന്താണ് ഐഡിയൽ ഗ്യാസ്? A gas which follows Charles' law, Boyle's law and Avogadro's law under all conditions of temperature and pressure is known as ideal gas. PV is equal to nRT എന്ന് പറയുന്ന ഇക്വേഷൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഗ്യാസസ് ആണ് ഐഡിയൽ ഗ്യാസ്. ദെൻ റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഡു നോട്ട് ഫോളോ Charles' law, Boyle's law and Avogadro's law under all conditions of temperature and pressure. അതുപോലെ തന്നെ അതെന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഫോളോ ചെയ്യില്ല, സ്ട്രിക്ട്ലി അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇതിൽ നമുക്കറിയാം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? കോൺസ്റ്റന്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ നമുക്കറിയാം, ബോയിൽസ് ലോ എന്താ? പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. പ്രഷർ directly proportional to 1 by V or pressure inversely proportional to V. PV is equal to a constant. ഇതാണ് ബോയിൽസ് ലോ. അപ്പം നമ്മൾ എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വോളിയം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി വി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പ്രഷർ എത്ര ഇൻക്രീസ് ചെയ്താലും അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വോളിയം ഡിക്രീസ് ചെയ്യും. സോ പി വി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, പി വി വേഴ്സസ് പി ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതായത് പ്രഷർ വോളിയം എന്ന് പറയുന്നത് എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും, പി വി എന്ന് പറയുന്നത് എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും എന്താണ്, ചേഞ്ച് ഒന്നും വരാതെ കോൺസ്റ്റന്റ് ആയി പോകുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഒരു ഐഡിയൽ ഗ്യാസിനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അവിടെ ഐഡിയൽ ഗ്യാസ് ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജൻ ആൻഡ് ഹീലിയത്തിന്റെ കേസിൽ എന്താണ്? പ്രഷർ വോളിയം വേഴ്സസ് പി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്, ഇൻക്രീസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് ആൻഡ് CH4ന്റെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഡിക്രീസസ്, ദെൻ റീച്ചസ് മിനിമം, ദെൻ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഫസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നത് വന്ന് ഒരു മിനിമം വാല്യൂവിലെത്തും, ദെൻ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആൻഡ് ഹീലിയത്തിന്റെ കേസ് എടുത്താലും കാർബൺ മോണോക്സൈഡ് ആൻഡ് CH4ന്റെ കേസ് എടുത്താലും എന്താണ്, അവിടെ കിട്ടുന്ന ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് അല്ല. അപ്പോൾ ഈ ഗ്യാസസ് എന്താണ്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നില്ല. ആ ഗ്യാസസ് റിയൽ ഗ്യാസസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഗ്യാസസ് എന്താണ്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോവാണ് ചെയ്തിരിക്കുന്നത്. റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു പോയി എന്ന് മെഷർ ചെയ്യുന്നത് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടാണ്. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ്. ഓക്കെ, കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ആൻഡ് എൻ ആർ ടി ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസഡ്. അപ്പോൾ ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. അപ്പോൾ പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു 1 കിട്ടും. സോ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? യൂണിറ്റിയാണ്. ഓക്കെ, പക്ഷേ റിയൽ ഗ്യാസസിന്റെ കേസിൽ നോക്കുമ്പോൾ ഇസഡ് നോട്ട് ഈക്വൽ ടു യൂണിറ്റി ആണ്. ഇസഡ് നോട്ട് ഈക്വൽ ടു 1 ആണ്. അത് മേ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കാം ഓർ ലെസ് ദാൻ 1 ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതായത് കംപ്രസിബിലിറ്റി ഫാക്ടർ വേഴ്സസ് പ്രഷർ ഗ്രാഫ്. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ യൂണിറ്റി ആയിട്ട് ഉള്ളതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് കാണിച്ചിരിക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസസിനെയാണ്. ഐഡിയൽ ഗ്യാസസിൽ ഏത് പ്രഷർ നോക്കിക്കഴിഞ്ഞാലും ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. പി വി ഡിവൈഡ് ബൈ എൻ ആർ ടി ഈസ് ഈക്വൽ ടു 1 ആണ്. പക്ഷേ ബാക്കിയുള്ള ഗ്യാസസ് നോക്കുമ്പോൾ എന്താണ്? ഇസഡ് നോട്ട് ഈക്വൽ ടു 1 ആണ്. മേ ബി ഗ്രേറ്റർ ദാൻ 1, അതായത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ, ഇസഡ് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ആ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അറ്റ് വെരി ലോ പ്രഷറിൽ എല്ലാ ഗ്യാസസിൻ്റെയും ഇസഡ് ഈസ് ഈക്വൽ ടു കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റി ആണ്.
അപ്പോൾ അറ്റ് വെരി ലോ പ്രഷർ എല്ലാ ഗ്യാസസും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അറ്റ് വെരി ലോ പ്രഷർ Z is equal to യൂണിറ്റി ആണ്. സോ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് ഗ്യാസസ്. ഇനി ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് പ്രഷറിലാണ് ഏത് ടെമ്പറേച്ചറിലാണ് ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ആ ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓരോ ഗ്യാസും ഓരോ ഡിഫറെൻറ്റ് പ്രഷറിലായിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രഷറിൽ, ഒരു പർട്ടിക്കുലർ പ്രഷറിലല്ല എല്ലാ ഗ്യാസും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ ഗ്യാസിൻ്റെയും നേച്ചറിനനുസരിച്ച് ഡിഫറെൻറ്റ് പ്രഷേഴ്സിലായിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഒരു ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണോ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത്. The temperature at which real gas shows ideal gas behavior over a range of pressure is known as Boyle temperature or Boyle point. ഈ ബോയിൽ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ഗ്യാസിനും ഡിഫറെൻ്റ് ആയിരിക്കും, ഗ്യാസിൻ്റെ നേച്ചറിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ ഓർ ഇമാജിനറി, എക്സ്ട്രീമാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് തന്നെ എടുക്കാം. എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർലി എക്സാം എടുത്തപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്താണ്, എല്ലാ സബ്ജക്ട്സിലും എന്താണ് 100% മാർക്കാണ്. ആ കുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോഴും എല്ലാ ക്ലാസ്സിലും വളരെ ഹൈ മാർക്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. വെരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ടീച്ചർ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ കൃത്യസമയത്ത് ഏത് ഡേറ്റിനാണോ പറഞ്ഞത്, ഇപ്പോൾ ഇന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് എക്സാം എടുത്താലും 100% മാർക്സ് വാങ്ങിക്കുക. അതുപോലെ തന്നെ സെമിനാറൊക്കെ പറയുമ്പോഴേക്കും ചാടി കയറി എടുക്കാം എന്ന് പറയുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് ടീച്ചർ പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും ചാടി കയറി ആൻസർ പറയുക. അതുപോലെ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ആ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മൊത്തം വായിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് എക്സ്ട്രീം കേസാണ് അല്ലേ? അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? അത് എക്സ്ട്രീം കേസാണ്. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഐഡിയൽ സ്റ്റുഡൻ്റ് ആണ് അല്ലേ? ഇങ്ങനെ എപ്പോഴും ബിഹേവ് ചെയ്യോ? ചില സമയത്തൊക്കെ ചിലപ്പോൾ ബിഹേവ് ചെയ്തു എന്ന് വരാം അല്ലേ? ഇങ്ങനെ ഒരു കുട്ടി എപ്പോഴും ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിബിൾ അല്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ക്വാർട്ടർലി എക്സാമിന് എല്ലാ സബ്ജക്ട്സിലും 100% മാർക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ മിഡ് ടേം എക്സാം, ഹാഫ് ഇയർലി എക്സാം ആയപ്പോഴേക്കും എന്തായി? ആ കുട്ടിക്ക് 1-2 സബ്ജക്ട്സിൽ കുറച്ച് മാർക്സ് പോയി. അപ്പോൾ ഇങ്ങനെ മാർക്സ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും എന്താ നിനക്ക് ഇത്ര മാർക്ക് പോയത്, എന്തിൻ്റെ കുറവുകൊണ്ടാണ് നിനക്ക് ഇത്ര മാർക്ക് പോയത്, ഇവിടെ എല്ലാ സാഹചര്യമില്ലേ നിനക്ക് പഠിക്കാൻ, പിന്നെ എന്താണ് നിൻ്റെ ഈ മാർക്ക് പോയത് എന്നൊക്കെ ചോദിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഗ്യാസസിൻ്റെ കാര്യവും. ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കും. അല്ലാത്ത സമയത്ത് എന്താണ്? അത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് റിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയോട് ചോദിച്ച പോലെ തന്നെ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, എന്താണ് നിനക്ക് മാർക്ക് കുറയാൻ ഇവിടെ പ്രശ്നം ഉണ്ടായത്? അതുപോലെ തന്നെ ഗ്യാസസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും നീ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്, എന്ത് കണ്ടീഷൻസാണ് നിന്നെ ഈ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡു ദീസ് ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? What are the conditions under which gases deviate from ideal gas behavior? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണം അല്ലേ? ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞു. ഓക്കെ, ഈ കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സിനെ ഒന്നുകൂടി നമ്മൾ റിവ്യൂ ചെയ്തു. അങ്ങനെ റിവ്യൂ ചെയ്ത് വന്നപ്പോൾ എന്താണ്? കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ 2 പോസ്റ്റ്ലേറ്റ്സ് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ 2 ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഒന്നുകൂടി റിവ്യൂ ചെയ്യാണ്. അപ്പോൾ 2 പോസ്റ്റ്ലേറ്റ്സ് റോങ് ആണെന്ന് നമുക്ക് കിട്ടി. അത് ഏതൊക്കെയാണ് 2 പോസ്റ്റ്ലേറ്റ്സ്? ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ് പാർട്ടിക്കിൾസ്.
അങ്ങനെ ഒരു പോസ്റ്റുലേറ്റ് പറഞ്ഞിരുന്നു. ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊരു ഫോൾട്ടി അസംപ്ഷൻ ആണ് അല്ലെങ്കിൽ ഫോൾട്ടി പോസ്റ്റുലേറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്? The volume of the gas particles is negligible as compared to the total volume അല്ലെങ്കിൽ ടോട്ടൽ എംപ്റ്റി സ്പേസ് ഓർ അവൈലബിൾ സ്പേസ് നോക്കുമ്പോൾ ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് പറഞ്ഞത്, അല്ലേ? പക്ഷേ ഈ രണ്ട് പോസ്റ്റുലേറ്റ്സും എല്ലാ കണ്ടീഷൻസിലും കറക്റ്റ് അല്ല, ട്രൂ അല്ല. ദീസ് ടു പോസ്റ്റുലേറ്റ്സ് ആർ false under certain conditions. ഇത് രണ്ടും റോങ് ആയിട്ടുള്ള അസംപ്ഷൻ ആണ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ആണ്. എല്ലാ കണ്ടീഷൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുലേറ്റ് അല്ല. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ പോസ്റ്റുലേറ്റ്സ് ട്രൂ ആവുന്നത്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ പോസ്റ്റുലേറ്റ് ഫോൾസ് ആവുന്നത് നമുക്ക് നോക്കാം. ഈ പോസ്റ്റുലേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റുലേറ്റ്സ് ഫോൾസ് ആയിട്ടുള്ള ഗ്യാസിനെ നമ്മൾ എന്ത് പറയുന്നില്ല? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് നോക്കാം. ഒന്ന് ലോ പ്രഷർ കണ്ടീഷൻ ആൻഡ് രണ്ടാമത്തത് ഹൈ പ്രഷർ കണ്ടീഷൻ. ഫസ്റ്റ് വൺ, ലോ പ്രഷർ കണ്ടീഷൻ. ലോ പ്രഷർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കണ്ടെയ്നറിൽ എന്താണ്, കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വലിയ ഹോള് കൺസിഡർ ചെയ്യാണ്. ഈ വലിയ ഹോളിൽ ഒരു 5-6 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോളിൻ്റെ ടോട്ടൽ വോളിയം നിൽക്കുമ്പോൾ ഈ 5-6 കുട്ടികൾ ഈ ഹോളിൻ്റെ ഓരോ മൂലയ്ക്കായിട്ട് ഓരോ സൈഡിലായിട്ട് അവർ വളരെ അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എന്താണ്, വളരെ കുറവാണ്, അല്ലേ? ഒരാൾ ആ അറ്റത്താണെങ്കിൽ ഒരാൾ ഈ അറ്റത്തായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യം കുറവാണ്. പക്ഷേ ഇൻട്രാക്ഷൻ ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻട്രാക്ഷൻസ് എന്താണ്, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ വലിയ ഹോളിൻ്റെ വോളിയം നോക്കുമ്പോൾ ഈ കുട്ടികൾ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഈ കുട്ടികളെയൊക്കെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. വലിയ ഹോളിൽ ഒരു പോയിന്റ്, ഒരു കുത്തിട്ട പോലെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ നിൽക്കുന്ന സ്പേസ് എന്താണ്, വളരെ കുറച്ചാണ്. ഹോളിൻ്റെ മൊത്തം സ്പേസിനെ നോക്കുമ്പോൾ അവർ നിൽക്കുന്ന ആ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പേസ് ആണ്. അപ്പോൾ ആ ഗ്യാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ കുട്ടികൾ നിൽക്കുന്ന ആ സ്പേസിനെ നമ്മൾ എന്താണ്, നെഗ്ലക്റ്റ് ചെയ്യാണ്. അത് നെഗ്ലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഈ വലിയ കണ്ടെയ്നറിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യാണ്, നെഗ്ലക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, വോളിയം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുലേറ്റ്സും, കൈനറ്റിക് മോളിക്കുലാർ തിയറിയുടെ രണ്ട് പോസ്റ്റുലേറ്റ്സും ഈ ലോ പ്രഷർ കണ്ടീഷൻസിൽ ട്രൂ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഗ്യാസസ്, ഈ ലോ പ്രഷറിൽ ഈ ഗ്യാസസ് എന്ത് ബിഹേവിയർ കാണിക്കും? ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്താണ്? ഹൈ പ്രഷർ. ഒരു കണ്ടെയ്നർ, ഒരു വെസൽ, ഒരു വലിയ കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിസ്റ്റൺ വെച്ച് എന്ത് ചെയ്യാണ്, ഹൈ പ്രഷർ കൊടുക്കുകയാണ്. ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വോളിയം കുറഞ്ഞു വരും, അല്ലേ? അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ എന്താണ്, ഇതിലെ പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്ത് വരും. അപ്പോൾ പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വരുമ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ്, അല്ലേ? എംപ്റ്റി സ്പേസ് ഒക്കെ പോയി അവൈലബിൾ സ്പേസിൻ്റെ അളവ്, വോളിയം എന്ന് പറയുന്നത് എന്താണ്, കുറഞ്ഞു വരും. അപ്പോൾ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇത്രയും കുറച്ച് സ്പേസിലാണ് നിൽക്കുന്നത്, അല്ലേ? കുറച്ച് സ്പേസിൽ നിൽക്കുമ്പോൾ എന്താണ്, ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം സിഗ്നിഫിക്കൻ്റ് ആവുകയാണ്, അല്ലേ? അവൈലബിൾ സ്പേസ് കുറയുമ്പോൾ, അതായത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് കുറഞ്ഞു. അപ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആവുകയാണ്. വളരെ ചെറിയൊരു സ്പേസിലാണ് ഗ്യാസ് പാർട്ടിക്കിൾസ് നിൽക്കുന്നത് അടുത്തടുത്തായിട്ട്. അപ്പോൾ അവയുടെ വോളിയം സിഗ്നിഫിക്കൻ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അസംഷൻസും, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്ന അസംഷനും ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ് എന്ന് പറയുന്ന അസംഷനും ഇവിടെ റോങ് ആവുകയാണ്, അല്ലേ? അപ്പോൾ ഇത് റോങ് ആവുമ്പോൾ ഗ്യാസസ് ഈ രണ്ട് പോസ്റ്റുലേറ്റും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഗ്യാസസ് ഏത് ബിഹേവിയർ ആണ് കാണിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോയി ഇവ റിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ഫോളോ ചെയ്യില്ല? PV=nRT എന്ന് പറയുന്ന ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ PV=nRT എന്ന് പറയുന്ന ഇക്വേഷനെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇതിലെ പ്രഷറിനെയും വോളിയത്തിനെയും നമുക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ലോ പ്രഷർ കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ലോ പ്രഷർ കണ്ടീഷൻസിൽ എന്താണ്, ഓരോ പാർട്ടിക്കിൾസും ഫാർ അപ്പാർട്ടായിട്ടാണ് നിൽക്കുന്നത്, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ല. അതായത് ഐഡിയൽ ഗ്യാസിന്റെ കേസ്. അപ്പോൾ എന്താണ്, പാർട്ടിക്കിൾസ് പോയിട്ട് വാൾസ് ഓഫ് ദി കണ്ടെയ്നറിൽ പോയിട്ട് ഇടിക്കും. ഹൈ ടെമ്പറേച്ചർ ആണ്, അപ്പോൾ അത് നന്നായിട്ട് മൂവ് ചെയ്യും, കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അത് പോയിട്ട് വാൾ ഓഫ് ദി കണ്ടെയ്നറിൽ പോയിട്ട് നല്ലോണം ഇടിക്കും. അപ്പോൾ എന്താണ്, ഹൈ പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത്. ലോ പ്രഷർ കണ്ടീഷൻസിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്താണ്, ഹൈ പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത്. സോ പി ഐഡിയൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഹൈ ആണ്. പി റിയലിൻ്റെ കേസ് നോക്കാം. അതായത് ഹൈ പ്രഷർ കണ്ടീഷൻസ്, നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് അതിൻ്റെ വോളിയം കുറച്ച കണ്ടീഷൻ നോക്കാം. ആ കേസിൽ എന്താണ്, ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാസ് പാർട്ടിക്കിൾ പോയിട്ട് വോൾ ഓഫ് ദി കണ്ടെയ്നറിൽ പോയിട്ട് ഇടിക്കാൻ നോക്കുമ്പോൾ ബാക്കി അതിന് ചുറ്റുമുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, നീ എവിടേക്കാണ് പോണത്, പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കും. നീ എവിടേക്കാണ് പോണതെന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചു വലിക്കും അല്ലേ. അപ്പോൾ ഇയാൾ പോയിട്ട് ഇവിടെ പോയി ഇങ്ങനെ തട്ടുമ്പോഴേക്കും ഇയാളെ പിടിച്ചു വലിക്കും. അപ്പോൾ ഇയാൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്, വളരെ കുറവാണ് അല്ലേ. അപ്പോൾ പി റിയൽ എന്ന് പറയുന്നത് പി ഐഡിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, അപ്പോൾ പി ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി റിയലിൻ്റെ കൂടെ കുറച്ചും കൂടി എക്സ്ട്രാ പ്രഷർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പി ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വിചാരിക്കാം. പി റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പോൾ ഈ 4ൻ്റെ കൂടെ പ്ലസ് 6 കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത് അല്ലേ. അപ്പോൾ പി ഐഡിയൽ എന്ന് പറഞ്ഞത് കിട്ടണം എന്നുണ്ടെങ്കിൽ പി റിയൽ കുറവാണ്. അപ്പോൾ പി റിയലിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടുമ്പോഴാണ് പി ഐഡിയൽ കിട്ടുന്നത്. അതെന്താണ് കൂട്ടേണ്ടത്, ആ റെഡ്യൂസ്ഡ് പ്രഷറാണ് നമുക്ക് കൂട്ടേണ്ടത്. അതായത് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം കുറച്ച് പ്രഷർ അവിടെ കുറഞ്ഞുല്ലോ. ഈ വോൾ ഓഫ് ദി കണ്ടെയ്നറിൽ പോയിട്ട് ഇടിക്കുന്ന കുറച്ച് പ്രഷർ ഇവരുടെ അട്രാക്ഷൻ മൂലം കുറഞ്ഞുല്ലോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇവിടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ പി ഐഡിയൽ ഈസ് ഈക്വൽ ടു പി റിയൽ പ്ലസ് എന്താണ്, റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് പാർട്ടിക്കിൾ ആണ്. അത് എന്ന് പറയുന്നത് ഈ റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അവിടുത്തെ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ മോളാർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ റെഡ്യൂസ്ഡ് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ n²/v² ആണ്. സോ റെഡ്യൂസ്ഡ് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/v². അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, റെഡ്യൂസ്ഡ് പ്രഷർ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അതാണ് എ. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് പ്രഷർ ഇസ് ഈക്വൽ ടു an²/v² എന്ന് കിട്ടും. സോ പി ഐഡിയൽ ഇസ് ഈക്വൽ ടു പി റിയൽ പ്ലസ് റെഡ്യൂസ്ഡ് പ്രഷർ. റെഡ്യൂസ്ഡ് പ്രഷർ എന്താണ്, an²/v². അപ്പോൾ നമ്മൾ പ്രഷർ കറക്റ്റ് ചെയ്തു, റിയൽ ഗ്യാസസിന്റെ ടേംസിലേക്ക് ആക്കി. ഇനി സെക്കൻഡ് വൺ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് വോളിയം കറക്ഷൻ ആണ്. വോളിയം കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ അവൈലബിൾ സ്പേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ടോട്ടൽ വോളിയത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ വോളിയം കുറയ്ക്കണം. ആ ഗ്യാസ് പാർട്ടിക്കിൾസ് നിൽക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ അല്ല, അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, ആ വോളിയം നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ വോളിയത്തിൽ നിന്നും ഈ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ വോളിയം മൈനസ് ചെയ്യുമ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ള വോളിയം നമുക്ക് കിട്ടുന്നത്. സോ വി അവൈലബിൾ ഇസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ വോളിയം മൈനസ് എന്താണ്, വോളിയം ഒക്യുപ്പൈഡ് ബൈ ഗ്യാസ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്ക്ലൂഡഡ് വോളിയം ആയിട്ട് എടുക്കാം. ഓക്കെ, വോളിയം ഒക്യുപ്പൈഡ് ബൈ ഗ്യാസ് പാർട്ടിക്കിൾസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ബി ആയിട്ട് എടുക്കാം. സോ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോളിയം എന്ന് പറയുന്നത് NB ആണ്. സോ വോളിയം അവൈലബിൾ വോളിയം ഇസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം V മൈനസ് NB എന്ന് കിട്ടും. ഓക്കെ, സോ പ്രഷറും കറക്റ്റ് ചെയ്തു, വോളിയം കറക്റ്റ് ചെയ്തു. ഇനി പ്രഷറിൻ്റെ ടേം, അതായത് എന്താണ്, പി റിയൽ പ്ലസ് an²/v², വോളിയം ടേം V ഇസ് ഈക്വൽ ടു V മൈനസ് NB എന്ന് പറയുന്ന ആ ടേമും പി വി ഇസ് ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, പി റിയൽ പ്ലസ് an²/v² ഇൻറ്റു V മൈനസ് NB ഇസ് ഈക്വൽ ടു nRT എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസസ്. The real gas equation ആണ്. This equation is also known as Vander waals equation. Here A and B are constants known as
Vander Waals constants. So these are all about deviation of real gases from ideal gas behavior.